ഹേ ഗായ്സ്, കുറച്ച് കാലമായിട്ട് നമ്മൾ ഇടിയോട്ടിന് പാമ്പ് പിടിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഒരു കമ്പാക്ക് ഒക്കെ പറഞ്ഞ വീഡിയോ എന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് പറ്റിയില്ല. അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇപ്പോൾ പോകണം എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പസ് ലൈവ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോണ വഴി വണ്ടി നാട്ടുകാരെ കാരണത്താൽ ഒരു തുള്ളി പെട്രോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ മംഗളകരമായ തുടക്കത്തിൽ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററാണ് വൻ ബിസിയാണ്. മുപ്പരെന്തോ മീറ്റിംഗിലത്രേ. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് മുപ്പരെ കാണാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ പുറത്ത് കാത്തുത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നിന്ന് ശേഷം നമുക്ക് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച മാസ്റ്റർ ഇയാളല്ല, അടുത്ത മാസ്റ്ററെ കാണുന്നത്. അവിടുത്തെ പ്ലാണെങ്കിൽ മൂപ്പര് ചോറയ്ക്കാനും പോയിക്കണം. എന്തായാലും തുടക്കം മംഗളകരമായിരുന്നെങ്കിലും ബാക്കി ഫുൾ മൂഞ്ചലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വളി തൂങ്ങി നിന്നെങ്കിലും പിന്നെ നമ്മുടെ കാര്യങ്ങൾ ശരിയായി. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോകുന്നത് ദൈവത്തിന് പിടിക്കാത്തതുകൊണ്ട് എന്തോ നമ്മളെ പിന്നെയും പറഞ്ഞു. നമ്മൾ എടുത്ത സാധനങ്ങളിൽ 1-2 കോപ്പി മിസ്സിംഗ് ആണ്. സോ അതെടുത്തേ പറ്റും. റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രിന്റിംഗ് കാർഡ് അല്ലാത്ത കാരണത്താൽ നമ്മൾ പ്രിന്റിംഗ് കാർഡിൽ തന്നെ കുറേ നടന്നു. ഞാൻ കൊടുക്കാൻ ദൈവം കഴിഞ്ഞ കാരണത്താൽ നമുക്കൊരു കട കിട്ടി. അങ്ങനെ പ്രിന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഓടിക്കച്ച് ഇവിടെ എത്തിയെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ 10-20 മിനിറ്റ് പോസ്റ്റായും കുത്തിയിരുന്നു. നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നത് ഈ മഹാനായ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തായാലും കാര്യമായി പണിയിലായ കാരണത്താൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. കാത്തുനിന്ന് നമ്മളെ കാല് കഴിഞ്ഞെങ്കിലും ആവശ്യം നമ്മളേതായ കാരണം നിന്നേ പറ്റൂ. അങ്ങനെ യാതൊരു പണിയില്ലാത്ത 2 പിള്ളേർ മൂപ്പരെയും തൊള്ളിയും വിളിച്ച് നോക്കിക്കണ്ടപ്പോൾ മൂപ്പർക്ക് തന്നെ സാധാരണ തോന്നി ഞങ്ങളെ വിളിച്ച്. മൂപ്പര് വന്നതും പിന്നെ നമ്മളെ കാര്യങ്ങളെ ചെടപെട്ടേന്ന് ഡീലാക്കി തന്നിട്ടുണ്ട്. സംഭവം അത്രയും ആയിട്ടുള്ളൂ. പക്ഷേ എന്താ ചെയ്യാം, മൂപ്പർക്ക് ടൈമില്ല. എന്തായാലും നമ്മളെ കാര്യങ്ങൾ റാത്തായി കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ വല്ല ടിക്കറ്റും കിട്ടുന്നു പോരാൻ. അങ്ങനെ എന്തായാലും ടിക്കറ്റ് കിട്ടിയപ്പോൾ ഒരു രാജഗംഭീരമായ നടയിൽ നമ്മൾ നിവയുടെ മുന്നിൽ തന്നെ പോകുന്നുണ്ട്. പിന്നാലെ ഞാനും പോയി, കാരണം എൻ്റെ വണ്ടി വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഉടമസ്ഥനെ വണ്ടി ഏൽപ്പിക്കാൻ പോകുന്നു. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ സഹായിച്ച അതിലാണ് എൻ്റെ വണ്ടിയെയും അതിലെന്നെയും സ്മരിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.